പൊബിത്തോറയിൽ നിന്നും ഷില്ലോങ് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. 118 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വളരെ രസകരമായ ഒരു കാഴ്ച കണ്ട് നിർത്തിയതാണ്. ഒരു വശത്ത് നമ്മുടെ വയലുകളിലെ പോലെ നെൽകൃഷി ചെയ്തിരിക്കുന്നു, മറുവശത്ത് തേയില കൃഷിയും. ഇവ രണ്ടും ഇങ്ങനെ റോഡിന് ഇരുപുറവുമായി ആദ്യമായി കാണുകയാണ്. ഇന്ത്യയിലെ തേയിലയുടെ ഉൽപ്പാദനത്തിൻ്റെ 50% ആസാമിൽ നിന്നാണ്. മാത്രമല്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന തേയിലയുടെ 80% ആസാമിൽ നിന്നുള്ളതാണ്. ജോരാബാത്ത് കഴിഞ്ഞ് ഹൈവേ കയറിയപ്പോൾ ജസ്റ്റ് മൊബൈൽ ഹോൾഡർ വെച്ച് ക്യാമറയിൽ റൈഡിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ തീരുമാനിച്ചു. പക്ഷേ ക്യാമറയുടെ പൊസിഷൻ മാറിയ വിവരം ഞാൻ അറിഞ്ഞില്ല. അതിനാൽ ദൃശ്യങ്ങൾ ഉപകാരപ്പെട്ടില്ല. 100 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഞങ്ങൾ ഉമിയം തടാകത്തിലെത്തി. ബാരാപാനി എന്നും അറിയപ്പെടുന്ന ഇത് 1960കളിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് 8.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഉമിയം ലേക്ക്. ബോട്ടിംഗ്, കയാക്കിംഗ്, വാട്ടർ സൈക്ലിംഗ് പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഒന്നിലേറെ സ്ഥലങ്ങളിൽ വ്യൂ പോയിന്റുകളുണ്ട്. പക്ഷേ പലയിടത്തും വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴാണ് വാഹന പാർക്കിങ്ങിന് ഫീ ഉണ്ടെന്ന് അറിയുന്നത്. ബോർഡുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഒരു തരത്തിൽ ആളെ പറ്റിക്കുന്ന പരിപാടി. ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് ഷില്ലോങ്ങിലേക്ക്. ഇടുങ്ങിയ റോഡുകളും വാഹനങ്ങളുടെ അതിപ്രസരവും കാരണം 2 വീലർ യാത്ര പോലും ദുഷ്കരമാണ് ഷില്ലോങ് ടൗണിൽ. റൂമിൽ സാധനങ്ങൾ വച്ച ശേഷം ഞങ്ങൾ ആദ്യം പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അകത്തെ അവസ്ഥ ശോകമായതിനാൽ കയറിയതിൽ വേഗത്തിൽ തിരിച്ചിറങ്ങി. തൊട്ടടുത്താണ് വാട്സ് ലേക്ക്. 2024 ഷില്ലോങ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ എൻട്രി ഫീ 100 രൂപയായിരുന്നു. എല്ലാവരെയും സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തിയാണ് അകത്തേക്ക് വിട്ടത്. പൊള്ളോക്ക് ലേക്ക് എന്നും അറിയപ്പെടുന്ന വാട്സ് ലേക്ക് കൃത്രിമ തടാകമാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ വിവിധ ദേശക്കാരുടെ, ഭാഷക്കാരുടെ ചെറുകൂട്ടങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് എൻട്രി സൗജന്യമായതിനാൽ അവരായിരുന്നു കൂടുതലും. വാട്സ് ലേക്കിനെ ചുറ്റിയാണ് ഷില്ലോങ് സിറ്റി. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലുള്ളതുപോലെ തന്നെ. പക്ഷേ ഇവിടെ ഷില്ലോങ് എന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, മേഘാലയയുടെ ക്യാപിറ്റൽ സിറ്റി കൂടിയായതിനാൽ തിരക്ക് അസഹനീയമാണ്. 1894 അന്നത്തെ ആസാം ചീഫ് കമ്മീഷണറായിരുന്ന സർ വില്യം വാർഡ് ഷില്ലോങ്ങിനൊരു യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവരാനായി പ്ലാൻ ചെയ്തു. അതനുസരിച്ച് തോമസ് പൊള്ളോക്ക് എന്നയാളുടെ രൂപകൽപ്പനയിൽ ഹോപ്കിൻസ് നിർമ്മിച്ചതാണ് വാട്സ് ലേക്ക്. ലേക്കിൻ്റെ നടുക്കുള്ള ഈ തടിപ്പാലമാണ് പ്രധാന ആകർഷണം. പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ലായിരുന്നു. കൊൽക്കത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന ചില പ്രത്യേക ചെടികളാണ് കരയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ബോട്ടിംഗ് നടത്താനുള്ള ബോട്ടുകൾ കിടപ്പുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആരൊക്കെയോ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായ ഷോപ്പുകളാണ്. സാധാരണക്കാർക്ക് എവിടെയും സാഹിത്യത്തെക്കാൾ പ്രധാനം ഭക്ഷണവും ഷോപ്പിങ്ങുമാണെന്ന് അവിടേക്ക് എത്തിയപ്പോൾ മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ 5:30 തന്നെ റൈഡ് തുടങ്ങി. തണുപ്പ് മാറ്റാൻ ഒരു കട്ടൻ കുടിച്ചു നിൽക്കുമ്പോൾ കണ്ടതാണ് ഈ മോണോലിത്തുകൾ. പൂർവികരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കുന്ന ഇവ ഖാസി, ജയന്തിയ, ഗാരോ ട്രൈബുകളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ലാറ്റിലും കാന്യനാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. പോകുന്ന വഴി കണ്ട കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു. ഒരു മലയിൽ സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്നു. മറ്റൊരിടത്ത് ദൂരെ മഞ്ഞ് മൂടിയ ഒരു ഗ്രാമം കാണാം.
തണുപ്പുള്ളപ്പോൾ താപവ്യതിയാനം മൂലം നമ്മുടെ വായിൽ നിന്നും വേപ്പർ പോകുന്നത് പോലെ പുല്ലിൽ നിന്നും വേപ്പർ പോകുന്നു. ഷില്ലോങ്ങിൽ നിന്നും 23 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ ലാറ്റിലം കാന്യനിലെത്തി. അതിഗംഭീര വ്യൂ ആണ്. പ്രഭാതകിരണങ്ങൾ വീഴുന്ന മലമേടുകളും വെയിലെത്താതെ കിടക്കുന്ന താഴ്വരകളും ചേർന്ന് ഒരു അപൂർവ സുന്ദര ദൃശ്യം. സൂര്യൻ ഉയർന്നു വന്നതോടെ അതിൻ്റെ ഭംഗി കുറഞ്ഞു വന്നു. സമയം 7:30 ആവാൻ പോകുന്നു. അടുത്ത ലക്ഷ്യം ബാംബു ട്രക്കിംഗ് എന്നറിയപ്പെടുന്ന മൗറിംഗ്ഖാങ് ട്രക്കാണ്. ഇവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴി ഒരു മല തുരന്ന് നടുവിലൂടെയുള്ള ഒരു പാത കണ്ട് നിർത്തിയതാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. കുറച്ചു ദൂരം പോയ ശേഷം ഹൈവേയിൽ നിന്ന് തിരിഞ്ഞു. എവിടെ നിർത്തിയാലും കാഴ്ചകൾ മനോഹരമാണ്. അവസാനം ഞങ്ങൾ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്തെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്ന ഞങ്ങൾ രാവിലെ കുടിച്ച ഒരു കട്ടൻ ചായയുടെ ബലത്തിൽ ട്രക്കിങ്ങിനായി ഇറങ്ങി. അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി.